കെ അനിൽകുമാർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലാത്തൊരു ഗതികേട് കോട്ടയത്തുണ്ട്. ഇരകളാണവർ. ആ ഇരകൾ ഇത്തവണ ശബ്ദിക്കും. LDFന് അനുകൂലമായി കോട്ടയത്ത് വിധിയുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് വികസനമാണ് അജണ്ട. അത് സ്വീകരിക്കുന്നൊരു മനുഷ്യരായിട്ട് നാട്ടിലെ ആളുകളെ മാറ്റുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJPയുടെ വോട്ടുകൾ കോട്ടയത്ത് ലഭിക്കും എന്നുള്ളതാണ് CPM സ്ഥാനാർത്ഥി കെ അനിൽകുമാറിൻ്റെ ആ പ്രസ്താവന. പക്ഷെ അത് തള്ളുകയാണ് അനിൽകുമാർ. BJPയുടെ വോട്ട് കണ്ട് ആരും പനിക്കേണ്ട എന്നാണ് അനിൽകുമാറിനോട്. പക്ഷെ കോട്ടയം വെസ്റ്റ് BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ പറയുന്നത്. ലിജിൻ ലാൽ ന്യൂസ് 18 വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 അനിൽകുമാർ ഇത്തരത്തിൽ BJPയുടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞത്. എന്നാണെങ്കിലും ആരെയും കേൾക്കുന്ന സ്വഭാവം അനിൽകുമാറിനില്ല. ചാനൽ ചർച്ചയിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തോന്നലുകൾ അനിൽകുമാറിനുണ്ടാകുന്നത് എന്നാണ് ലിജിൻ പറയുന്നത്. എന്താണെങ്കിലും NDA സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ലിജിൻ ലാൽ അവകാശപ്പെടുന്നുണ്ട്. അനിൽകുമാർ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇപ്പോൾ ശ്രീജിത്ത് കോട്ടയം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അനിൽകുമാർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ BJP വോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവച്ചത്? എന്തോ അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. സാധാരണഗതിയിൽ ആ സീറ്റ് BJP ആഗ്രഹിച്ചിരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ ദുർബലമായ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ BJPക്ക് പലപ്പോഴും അവിടെ കിട്ടുന്ന വോട്ടുകൾ കിട്ടാറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 23,000-ഓളം വോട്ടുകൾ ആ മണ്ഡലത്തിൽ ജയിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 25,000-ൽ പരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ കിട്ടാറുള്ളതാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് ചോർന്നു പോകുന്നു എന്നതാണ് അവിടുത്തെ ഒരു കണക്ക്. ഇത്തവണയും അത് സംഭവിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഇത്തവണ ഈ BJP സ്ഥിരമായി അവരുടെ ഒരു അധിനിവേശത്തിന് ഇരയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ വോട്ടുകൾ അത് BJP നേതൃത്വത്തിന് അറിയാം. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും എന്നാണ് കെ അനിൽകുമാർ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അനിൽകുമാർ ന്യൂസ് 18 ആ കാര്യം വ്യക്തമാക്കിയത്. എന്നാലും അനിൽകുമാറിന്റെ ബൈറ്റ് നമ്മൾ തൊട്ടുമുമ്പ് കേട്ടു. അവിടെ BDJ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ BJP വോട്ട് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ പറയുന്നു. ശ്രീജിത്ത് കേൾക്കാൻ കഴിയുന്ന തോന്നുന്നു. എന്നാലും ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. അപ്പോൾ ഈ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ സാധ്യത പോലും ഉണ്ടാകുമോ? എന്താണ് കോട്ടയത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ ശ്രീജിത്തിന് തോന്നുന്നത്? ഈ ഒരു പ്രതീക്ഷ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥികൾ തുറന്ന് പറയാറുള്ളതല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ അനിൽകുമാർ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെ BJP CPM ഡീൽ എന്നൊക്കെയുള്ള ആരോപണം വലിയ നിലയിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ കെ അനിൽകുമാർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കോട്ടയത്തിൻ്റെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ BJP വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ്. കഴിഞ്ഞ ഏതാണ്ട് കുറേ കാലമായി തിരുവഞ്ചൂർ BJPയുമായി ചേർന്നുകൊണ്ടാണ് ജയിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പനച്ചിക്കാട് ക്ഷേത്രത്തിൽ സേവാഭാരതിയുടെ സ്റ്റാൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പലതരത്തിൽ ഈ ബന്ധം ആരോപിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതല്ല തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നാണ് അദ്ദേഹം കെ അനിൽകുമാർ ന്യൂസ് 18 തുറന്നു പറഞ്ഞത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ BJP കൂടുതൽ അസ്വസ്ഥരാണ് തിരുവഞ്ചൂരിൻ്റെ ഈ സ്ഥിരം നിലപാടിൽ. കോട്ടയത്തെ BJPയെ ഇല്ലാതാക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കാരണം അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആര്, BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് പോലും ഫലത്തിൽ തീരുമാനിക്കുന്നത് ഈ തിരുവഞ്ചൂരാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കെ അനിൽകുമാർ ചെയ്തത്. കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിന് അനുകൂലമായാണ് BJP ഒരു ദുർബലമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത്തവണ അതിലും ദുർബലമായ ഒരു സ്ഥാനാർത്ഥി BDJസിൻ്റെതായി വരുന്നു. അതിൽ അസ്വസ്ഥരാണ് BJPയുടെ ജില്ലാ നേതൃത്വം എന്നതാണ്. എന്തായാലും ഇന്ന് ലിജിൻ ലാൽ BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. BJPയുടെ വോട്ട് കിട്ടി ജയിക്കാം എന്ന സ്വപ്നം അത് കെ അനിൽകുമാർ കാണണ്ട. ഇവിടെ BJP ഇതുവരെ ഇല്ലാത്ത വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലിജിൻ ലാൽ ന്യൂസ് 18 സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ അനിൽകുമാറിൻ്റെ ഈ ഒരു പരാമർശത്തിൽ തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അനിൽകുമാറിൻ്റെ കണക്ക് പുസ്തകമല്ല, ജനങ്ങളുടെ കണക്ക് പുസ്തകമാണ് ഇതിൽ പ്രധാനം എന്നുള്ളത്. പക്ഷേ BJP വോട്ടുകൾ തനിക്ക് കിട്ടുമെന്നോ ആ നിലയിലുള്ള ഒരു പരാമർശവും തിരുവഞ്ചൂർ നടത്തിയിട്ടില്ല. അതിനോട് നേരിട്ട് പ്രതികരിച്ചിട്ടുമില്ല. ഈ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഈ വോട്ട് എങ്ങോട്ട് പോകണം എന്നത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
അദ്ദേഹം ഈ ചോദ്യത്തിനോട് പ്രതികരിച്ചത്. എന്തായാലും അനിൽകുമാറിന്റെ പരാമർശത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് BJP വെസ്റ്റ് ജില്ലാ നേതൃത്വം. എൽദോ. എന്താണെങ്കിലും ശ്രീത് സൂചിപ്പിച്ച പോലെ ഈ ഡീൽ വിവാദമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശമൊക്കെ വരുന്നത്. എന്താണെങ്കിലും BJP അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു. ഒരു തരത്തിലും ആ വെള്ളം കണ്ട് ആരും മോഹിക്കേണ്ട എന്ന് പറയുകയാണ്. കോട്ടയത്ത് നിന്ന് ചേർന്ന ശ്രീത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.